നമസ്കാരം, ഏവർക്കും ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗിൻ്റെ ഫ്രീ PSC ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ പ്രതിൻവി പോത്തൻ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടന ഭാഗവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗങ്ങളെ പറ്റിയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദമായി നമ്മൾ പഠിച്ചു. ആ സമയത്ത് നമ്മൾ പഠിച്ചായിരുന്നു ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കപ്പെടുന്ന സമയം എന്നാണ്. ഏത് വർഷമാണ്? 1950. അന്ന് 50-ൽ അത് നിലവിൽ വരുമ്പോൾ അതിൽ എത്ര ഭാഗങ്ങൾ ഉണ്ടായിരുന്നു? 22 ഭാഗങ്ങളാണ്. എന്നാൽ നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ 25 ഭാഗങ്ങളാണ് ഉള്ളതെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്ന രീതിയിലാണ് ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യൻ ഭരണഘടനയിൽ വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഭാഗങ്ങൾ, പാർട്സ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. അപ്പൊ നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ 25 ഭാഗങ്ങളാണ് വരുന്നത്. ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ വേറൊരു രീതിയിൽ പറഞ്ഞാൽ അധ്യായങ്ങൾ. നമ്മൾ സാധാരണ പറയുമ്പോൾ ചാപ്റ്റേഴ്സ് എന്ന് പറയും, പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷൻ അതിനെ പറയുന്നത് ഭാഗങ്ങൾ അല്ലെങ്കിൽ പാർട്സ് എന്ന രീതിയിലാണ്. അപ്പം 25 അധ്യായങ്ങളാണ് നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിലുള്ളത്. അത് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയിരിക്കണം. കാരണം പരീക്ഷാ തലങ്ങളിൽ ചോദിക്കാറുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ഒന്നാമത്തെ ഭാഗം എന്തുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്, രണ്ടാമത്തെ ഭാഗം, ഇങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 25 ഭാഗങ്ങളും നമ്മളൊന്ന് മനസ്സിലാക്കി പോവുക. ഇതിലെല്ലാം കാണാതെ പഠിക്കുക എന്നുള്ളതല്ല, പ്രധാനപ്പെട്ടതുണ്ട്, പറയുമ്പോൾ എല്ലാം പറഞ്ഞു പോകും. പക്ഷെ പ്രധാനപ്പെട്ടത് നിങ്ങൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കി പോവുക. നമുക്കപ്പം അതിലേക്ക് കടക്കാം. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിൽ 25 ഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനാണെങ്കിൽ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ഒന്നാമത്തെ അധ്യായത്തിൽ എന്തിനെ പറ്റിയാണ് പരാമർശിക്കുന്നത്? ഒന്നാമത്തെ അധ്യായത്തിലാണ് ഇന്ത്യയും ഇന്ത്യയിലെ പ്രദേശങ്ങളെ പറ്റിയുമാണ് പരാമർശിക്കുന്നത്. അപ്പം ഭരണഘടനയുടെ ഒന്നാമത്തെ ഭാഗം ആരംഭിക്കുന്ന ഒന്നാമത്തെ ഭാഗത്തിൽ എന്താണ് പരാമർശിക്കുന്നത്? ഇന്ത്യയും ഇന്ത്യയിലെ പ്രദേശങ്ങൾ, അതായത് ഇന്ത്യയുടെ ടെറിറ്ററിയെ പറ്റിയാണ് പരാമർശിക്കുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്ത് 1 തൊട്ട് 4 വരെയുള്ള ആർട്ടിക്കിളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇപ്പൊ നമ്മൾ തൽക്കാലം ആർട്ടിക്കിൾ എന്നുള്ള കാര്യത്തിലേക്ക് പറയുന്നില്ല. 1 തൊട്ട് 4 വരെയുള്ള ആർട്ടിക്കിളാണ് വരുന്നത്. ഇപ്പൊ നമ്മൾ തൽക്കാലം ആർട്ടിക്കിൾ എന്നുള്ള ഒരു കാര്യത്തിലേക്ക് പോകുന്നില്ല, കാരണം ഇതെല്ലാം കൂടെ ആകുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകും. ഇപ്പൊ തൽക്കാലം അധ്യായവും അതിന്റെ പേരും മനസ്സിലാക്കി പോവുക. അപ്പം ഇവിടെ ഒന്നാമത്തെ അധ്യായത്തിന്റെ അകത്ത് പറയുന്നുണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനങ്ങളുടെ ഒരു കൂട്ടമാണ് എന്നാണ് പറയുന്നത്. അതുപോലെ സംസ്ഥാനങ്ങളുടെ രൂപീകരണം എപ്രകാരമാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി പരാമർശിക്കുന്നത് ഒന്നാമത്തെ ഭാഗത്തിലാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയാണ് പൗരത്വത്തെ പറ്റി പരാമർശിക്കുന്നത്. എന്തിനെ പറ്റിയാണ്? പൗരത്വത്തെ പറ്റി, സിറ്റിസൺഷിപ്പിനെ പറ്റി പരാമർശിക്കുന്നത് എവിടെയാണ്? രണ്ടാമത്തെ ഭാഗത്തിന്റെ അകത്താണ്. ഇനി അടുത്ത ഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏതാണ്? മൂന്നാമത്തെ ഭാഗമാണ്. നിർബന്ധമായും പഠിച്ചു വെച്ചിരിക്കണം, കാരണം ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ്. ഭരണഘടനയുടെ മൂന്നാമത്തെ ഭാഗം എന്തുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്? എന്താണ്? മൗലിക അവകാശങ്ങൾ. നേരെ തിരിച്ചും ചോദിക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളെ പറ്റി പരാമർശിക്കുന്നത് ഏത് ഭാഗത്താണ് എന്ന് വേണമെങ്കിലും ചോദിക്കാം. അപ്പം ഏതാണ്? മൂന്നാമത്തെ ഭാഗമെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇനി അടുത്തത് നാലാമത്തെ ഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നാലാമത്തെ ഭാഗം എന്താണ്? 4 മാർഗനിർദ്ദേശക തത്വങ്ങൾ. മാർഗനിർദ്ദേശക തത്വങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയെ പറ്റി പരാമർശിക്കുന്നതാണ് നാലാമത്തെ ഭാഗം. അതും ആവർത്തിച്ച് ചോദ്യം വന്നിട്ടുള്ള ഒരു ഭാഗമാണ്. ഇനി അടുത്ത ഭാഗം എന്ന് പറയുമ്പോൾ ഏതാണ്? 4 കഴിഞ്ഞു, ഏതായിരിക്കും? സ്വാഭാവികമായിട്ടും 5 നമ്മൾ ചിന്തിക്കും, പക്ഷെ 5 അല്ല, അതിനിടയ്ക്ക് ഒന്നുണ്ട്. 4A എന്ന് പറയുന്നതാണ്. 4 കഴിഞ്ഞാൽ അടുത്ത ഏത് ഭാഗമാണ്? 4A എന്ന് പറയുന്ന ഭാഗമാണ്. 4A എന്ന് പറയുമ്പോൾ അവിടെ മൗലിക കടമകളെ പറ്റിയാണ് പരാമർശിക്കുന്നത്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ പറ്റിയാണ് പരാമർശിക്കുന്നത്. ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ 1, 2, 3, 4 എന്ന് പറഞ്ഞു, അത് കഴിഞ്ഞ് 4A എന്ന് പറഞ്ഞു. അപ്പൊ ഈ 4A എന്ന് പറയുമ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കിക്കൊള്ളണം, ഇത് ഭരണഘടനയിൽ പിന്നീട് കൂട്ടിച്ചേർത്ത ഒരു ഭാഗമാണ്. ആദ്യം ഇല്ലായിരുന്നു, പിന്നീടാണ് ഈ 4A എന്ന് പറയുന്ന ഭാഗം ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കുന്നത്. അത് ചേർത്തത് 1976-ൽ 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. ഏത് ഭാഗം കൂട്ടിച്ചേർക്കുന്നത്?
4A എന്ന് പറയുന്ന ഭാഗം കൂട്ടിച്ചേർത്ത് എന്ന കാര്യം കൂടി ഓർത്തിരുന്നു പരീക്ഷയ്ക്ക്. അപ്പൊ അങ്ങനെയും ചോദ്യം വരാം. 4A എന്ന് പറയുന്ന ഭാഗം അല്ലെങ്കിൽ മൗലിക കടമകൾ എന്നുള്ള ഭാഗം ഭരണഘടനയിൽ ചേർത്തത് ഏത് ഭേദഗതി പ്രകാരമാണ്? ഉത്തരം എന്താണ്? 42ാം ഭേദഗതി 1976 ഭേദഗതി എന്നുള്ള കാര്യങ്ങളും അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പിന്നീട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. ഇപ്പം ഇത്രയും മാത്രം ഇവിടെ മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ ഇത്രയും പറഞ്ഞ ഭാഗങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഭാഗങ്ങളിലേക്ക് വരാം. അടുത്തതായിട്ട് വരുന്നുണ്ട് ഭരണഘടനയുടെ 5ാമത്തെ ഭാഗമാണ്. 5 എന്ന് പറയുമ്പോൾ അവിടെയാണ് യൂണിയനെ പറ്റി പറയുന്നത്. അതായത് ഇന്ത്യയിലെ കേന്ദ്ര സർക്കാരിനെ പറ്റി പരാമർശിക്കുന്ന ഭരണഘടനാ ഭാഗമാണ് ഏത്? 5ാമത്തെ ഭാഗം എന്ന് ഓർത്തിരിക്കുക. അതായത് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഏതൊക്കെ വ്യക്തികൾ, ഏതൊക്കെ സ്ഥാപനങ്ങൾ, ഇങ്ങനെയുള്ള കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യം, ഇന്ത്യൻ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രധാനമന്ത്രി, ഇന്ത്യൻ പാർലമെന്റ്, സുപ്രീം കോടതി, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും പറ്റിയും ഭരണഘടനയിൽ പരാമർശിക്കുന്ന ഭാഗമാണേത്? 5ാമത്തെ ഭാഗം എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി അടുത്ത ഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് 6ാമത്തെ ഭാഗമാണ്. 5ൽ എന്താണ് പറഞ്ഞത്? 5ൽ കേന്ദ്രത്തെ പറ്റിയാണെങ്കിൽ 6ാമത്തെ ഭാഗത്താണ് സംസ്ഥാനങ്ങളെ പറ്റി പറയുന്നത്. അതായത് ഇന്ത്യയിലെ സംസ്ഥാനത്തെ ഭരണ സംവിധാനത്തെ പറ്റി. ഇപ്പൊ സംസ്ഥാനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം സംസ്ഥാനത്ത് ഗവർണറുണ്ട്, മുഖ്യമന്ത്രിയുണ്ട്, മന്ത്രിമാരുണ്ട്, നിയമസഭയുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ വസ്തുതകളെയും പറ്റിയും പരാമർശിക്കുന്ന ഭരണഘടനാ ഭാഗമാണേത്? ഈ പറയുന്ന 6ാമത്തെ ഭാഗമെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ഭാഗത്തിലേക്ക് വരാം. 6 കഴിഞ്ഞാൽ അടുത്ത ഏതാണ്? സ്വാഭാവികമായിട്ടും 7 നമ്മൾ പറയും. പക്ഷേ ഇവിടെ ശ്രദ്ധിച്ചോണം, 7ാമത്തെ ഭാഗം നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഇല്ല. നേരത്തെ 7 ഉണ്ടായിരുന്നു, അതൊരു ഭേദഗതിയിലൂടെ എടുത്തു കളഞ്ഞു. അപ്പൊ എടുത്തു കളഞ്ഞത് കൊണ്ട് ഇനി അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ 6 കഴിഞ്ഞാൽ അടുത്തത് ഏതാണ്? 8 എന്ന് ഓർത്തിരുന്നോണം. 8ാമത്തെ ഭാഗം. ഓക്കെ, അപ്പൊ 8ാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെ ശ്രദ്ധിക്കുക, അവിടെയാണ് യൂണിയൻ പ്രദേശങ്ങളെ പറ്റി പരാമർശിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങൾ, യൂണിയൻ ടെറിട്ടറീസ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി, അതിന്റെ ഭരണത്തെ പറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന എവിടെയാണ്? 8ാമത്തെ ഭാഗത്താണെന്ന് ഓർത്തിരിക്കുക. അപ്പം 8ാമത്തെ ഭാഗത്ത് എന്തിനെ പറ്റിയാണ് പരാമർശിക്കുന്നത്? കേന്ദ്രഭരണ പ്രദേശവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അവിടെ പരാമർശിക്കുന്നത്. ഇനി അടുത്ത ഭാഗം ഏതാണ്? 9ാമത്തെ ഭാഗം. 9ാമത്തെ ഭാഗത്ത് എന്തിനെ പറ്റിയാണ് പരാമർശിക്കുന്നത്? പഞ്ചായത്തി രാജിനെ പറ്റിയാണ് പരാമർശിക്കുന്നത്. പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളെ പറ്റി പരാമർശിക്കുന്ന ഭാഗമാണേത്? 9ാമത്തെ ഭാഗം. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് പഞ്ചായത്തി രാജ് എന്നുള്ള ഒരു ആശയം ഇന്ത്യൻ ഭരണഘടനയിൽ ഇല്ലായിരുന്നു. ഇത് പിന്നീട് കൂട്ടിച്ചേർക്കുന്ന ഒരു ആശയമാണ്. അപ്പൊ അവിടെ ശ്രദ്ധിക്കുക, ഭരണഘടന നിലവിൽ വരുമ്പോൾ 9ാമത്തെ ഭാഗത്ത് പഞ്ചായത്തി രാജിനെ പറ്റി ആയിരുന്നില്ല പറഞ്ഞിരുന്നത്, വേറൊരു വിഷയത്തെ പറ്റിയാണ്. അത് പിന്നീട് അവിടെ നിന്ന് ഒഴിവാക്കി കളയുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒഴിവാക്കിയ ആ സ്ഥലത്താണ് 1992 73ാം ഭേദഗതി വരുന്നതോടുകൂടി തന്നെ പഞ്ചായത്തി രാജ് എന്നുള്ള ആശയം ഭരണഘടനയിൽ വരികയും അത് ഇവിടെ ചേർക്കുകയും ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും അവിടെ ഓർത്താൽ മതി. 9ാമത്തെ ഭാഗത്ത് പഞ്ചായത്തി രാജ് എന്നുള്ള ആശയം ഭരണഘടനയിൽ ചേർക്കുന്നത് ഏത് ഭേദഗതി പ്രകാരമാണ്? ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. 73ാം ഭേദഗതി 1992 എന്ന കാര്യം മനസ്സിൽ വെച്ചിരിക്കുക. ഓക്കെ, ഇനി 9 കഴിഞ്ഞാൽ അടുത്തത് ഏത് ഭാഗമാണ്? 9A ആണെന്ന് ഓർത്തിരിക്കുക. എന്താണ്? 9A ആണ്. 9 കഴിഞ്ഞാൽ അടുത്ത 10 അല്ല, അതിനിടയ്ക്ക് 9A എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ 9Aക്കകത്താണ് മുനിസിപ്പാലിറ്റിയെ പറ്റി പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ നഗര പഞ്ചായത്ത് എന്ന് പറയാറുണ്ട്. അപ്പൊ മുനിസിപ്പാലിറ്റി, നഗരപഞ്ചായത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരുന്നത് ഏത് അധ്യായത്തിലാണ് അല്ലെങ്കിൽ ഏത് ഭാഗത്താണ്? 9A എന്ന് പറയുന്ന ഭാഗത്താണ്. അപ്പോൾ 9A എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വന്നു കാണും, എന്താണ്? ഒരു ഭേദഗതിയിലൂടെ പിന്നീട് കൂട്ടിച്ചേർത്തതാണെന്ന്. ഓക്കെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 9A കൂട്ടിച്ചേർക്കുന്നതിന് കാരണമായ ഭേദഗതി ഏതായിരിക്കും? അത് 1992 74ാം ഭേദഗതി എന്ന് ഓർത്തിരിക്കുക. അതാണ് 1992 74ാം ഭേദഗതി എന്ന് ഓർത്തിരിക്കുക. അപ്പം 73, 74 ഭേദഗതികൾ, ഇത് രണ്ടും നടക്കുന്നത് ഒരേ വർഷമാണ്. 92ലാണ് 73 പഞ്ചായത്തിനെ പറ്റിയും 74 നഗരപഞ്ചായത്തിനെ പറ്റിയുമാണ് പരാമർശിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. 92ലാണ് 73ാം ഭേദഗതി പഞ്ചായത്ത് രാജിനെ പറ്റിയും 74ാം ഭേദഗതി മുനിസിപ്പാലിറ്റിയെ പറ്റിയുമാണ് പരാമർശിക്കുന്നതെന്ന് ഓർത്തിരുന്നോണം. ഇതും ഒരു റിപ്പീറ്റഡ് സെക്ഷൻ ആണ്. പല പ്രാവശ്യം പരീക്ഷയ്ക്ക് ഈ ഒരു ഭാഗം ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അതും ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക.
ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് വരാം. അടുത്ത ഏതാണ്? 9A കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ അടുത്ത ഏതാണ്? 9B ആണെന്ന് ഓർത്തിരുന്നോണം. 9 കഴിഞ്ഞാൽ 9A, 9A കഴിഞ്ഞാൽ അടുത്ത ഏതാണ്? 9B എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അപ്പം ഇതും പിന്നീട് ഭരണഘടനയിൽ കൂട്ടിച്ചേർത്താണ്. 97-ാം ഭേദഗതി 2011 നടക്കുന്നത്. ഏത് വർഷമാണ്? 97-ാം ഭേദഗതി 2011 നടക്കുന്നത്. ആ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്ത ഒരു പുതിയ ഭാഗമാണ് 9B എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഈ 9Bക്കകത്ത് എന്തിനെ പറ്റിയാണ് പരാമർശിക്കുന്നത്? സഹകരണ സംഘങ്ങളെ പറ്റിയാണ്, കോപ്പറേറ്റീവ് സൊസൈറ്റികൾ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യത്തെ പറ്റി, അല്ലെങ്കിൽ ഈ കോപ്പറേറ്റീവ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകുന്നതിന്റെ അടിസ്ഥാനമായിട്ട് വരുന്നത് ഈ 9B എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പൊ അത് കൂട്ടിച്ചേർക്കുന്നത് 97-ാം ഭേദഗതി പ്രകാരം 2011 കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് വരാം. അടുത്ത ഏതായിരിക്കും? അടുത്തത് 10-ാമത്തെ ഭാഗമാണ്. അപ്പൊ 10-ാമത്തെ ഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയാണ് പട്ടിക ഗോത്രവർഗ പ്രദേശങ്ങളെ പറ്റി പരാമർശിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യയില് ഈ ചില പ്രദേശങ്ങൾ അല്ലെങ്കിൽ ചില സംസ്ഥാനങ്ങളിൽ ഈ പറയുന്ന പട്ടിക ഗോത്രവർഗക്കാര് കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഈ പറയുന്ന നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർ കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളിൽ ഈ അഡ്മിനിസ്ട്രേഷൻ എല്ലായിടത്തെയും പോലെ ഉള്ള ഒരു സംവിധാനം അവിടെ പോസിബിൾ ആകണമെന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് പ്രത്യേക ചില പരിഗണനകളും മറ്റു കാര്യങ്ങളും ഒക്കെ നൽകുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള വ്യവസ്ഥകളാണ് ഇവിടെ പറയുന്നത് 10-ാമത്തെ ഭാഗത്തിന്റെ അകത്ത് പറയുന്നത്. അപ്പം 10-ാമത്തെ ഭാഗം എന്തുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്? പട്ടിക ഗോത്രവർഗ പ്രദേശങ്ങൾ, അവിടുത്തെ അഡ്മിനിസ്ട്രേഷനും മറ്റു കാര്യങ്ങളെയും പറ്റിയുമാണ് പരാമർശിക്കുന്നതെന്ന് ഓർത്തു വെച്ചിരുന്നോണം. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? 11-ാമത്തെ ഭാഗമാണ്. ഈ കഴിഞ്ഞിടെ നടന്ന ഒരു പരീക്ഷയിലും ചോദ്യം വന്ന ഒരു ഭാഗമാണ്. കേന്ദ്ര സംസ്ഥാന ബന്ധവുമായി ബന്ധപ്പെട്ട് വരുന്ന ഭരണഘടനാ ഭാഗമേത്? ഏതാണ്? 11-ാമത്തെ ഭാഗമെന്ന് ഓർത്തിരിക്കുക. കാരണം ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നമുക്കറിയാം, കേന്ദ്ര സംസ്ഥാന ബന്ധവുമായി ബന്ധപ്പെട്ടൊക്കെ പല വിഷയങ്ങളും പല സംഭവങ്ങളും വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടി മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് 11-ാമത്തെ ഭാഗം എന്താണ്? കേന്ദ്ര സംസ്ഥാന ബന്ധവുമായി ബന്ധപ്പെട്ട് ഭരണഘടനയിൽ വരുന്ന ഭാഗമാണേത്? 11-ാമത്തെ ഭാഗമെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് വരാം. അടുത്ത ഭാഗം 12 വരുന്നത്. അപ്പൊ 12-ാമത്തെ ഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയാണ് ധനകാര്യവും വസ്തുവും അതുപോലെ കരാറുകളും വ്യവഹാരങ്ങളും ഈ ഒരു കാര്യത്തെ പറ്റിയാണ് പരാമർശിക്കുന്നത്. അല്ലെങ്കിൽ ധനകാര്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ പറയുന്ന കരാറുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇവയൊക്കെയാണ് 12-ന്റെ അകത്ത് പരാമർശിക്കുന്നത്. അധികം പ്രാധാന്യം കൊടുക്കണം എന്ന് നിർബന്ധമില്ല. കാരണം ഈ 25 ഭാഗങ്ങളുണ്ടെങ്കിലും ഇത് മുഴുവനും കാണാതെ പഠിക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. അതിലെ ഏറ്റവും പ്രാധാന്യമുള്ളത് പരീക്ഷാ തലങ്ങളിൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത് ഏതാണെന്ന് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പം ക്ലാസ്സിൻ്റെ അകത്ത് എടുക്കുന്ന സമയത്ത് ഇതെല്ലാം പറഞ്ഞു പോകുന്നു എന്നേ ഉള്ളൂ. ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കണം എന്ന് നിർബന്ധമില്ല. പക്ഷെ പഠിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുകയും ചെയ്തു കൊള്ളണം. ഓക്കെ, ഇനി അടുത്ത ഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 13-ാമത്തെ ഭാഗമാണ്. അപ്പൊ 13-ാമത്തെ ഭാഗം എന്ന് പറയുമ്പോൾ രാജ്യത്തിനുള്ളിലെ വ്യാപാരവും വാണിജ്യവും, അതായത് ഇന്ത്യക്കുള്ളിലെ വ്യാപാരവും വാണിജ്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് എവിടെ വരുന്നത്? ഈ പറയുന്ന 13-ാമത്തെ ഭാഗത്തിന്റെ അകത്ത് വരുന്നതെന്ന് ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ ഇന്ന് ഈ പറയുന്ന ഈ ഭാഗങ്ങൾ എന്നുള്ള ഭാഗവുമായി ബന്ധപ്പെട്ട് അപ്പം വാണിജ്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിന്റെ അകത്ത് നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് 1 തൊട്ട് 13 വരെയുള്ള ഭാഗങ്ങളെ പറ്റിയാണ് ഈ ഒരു ക്ലാസ്സിന്റെ അകത്ത് നമ്മൾ പഠിച്ചത്. അപ്പം ഈ പറഞ്ഞ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് എല്ലാവർക്കും വ്യക്തമായല്ലോ. അപ്പം ഈ പറഞ്ഞ രീതിയിൽ തന്നെ മുഴുവനും കാണാതെ പഠിക്കാതെ പ്രാധാന്യമുള്ളതിന് പ്രാധാന്യം കൊടുത്ത് പഠിച്ച് മനസ്സിലാക്കി വെക്കുക. അപ്പം ഇന്നത്തെ ക്ലാസ് ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ബാക്കി വരുന്ന ഭാഗം നമ്മൾ അടുത്ത ക്ലാസ്സിന്റെ അകത്തായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഏവർക്കും നന്ദി.